നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്നും അതിശക്തമായ മഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തീവ്രമഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. സ്ത്രീകൾ മാത്രമുള്ള വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. തൃശൂർ കരുവാങ്കുളം ഗുരുജി റോഡിൽ നായരുപറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ മൂവർ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. ബിജുവിന്റെ അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായ 4 പെൺമക്കളുമാണ് വീട്ടിലുള്ളത്. ഉഗ്രശബ്ദത്തോടെ സ്ഫോടക വസ്തു വീടിന് മുൻവശത്ത് വീണ് പൊട്ടിത്തെറിച്ചു. വീട്ടിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കനത്ത മഴ. വിഴിഞ്ഞത്തെ പുരാതന ക്ഷേത്രം തകർന്നു. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന് സമീപത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്ന് പൂർണ്ണമായും തകർന്നു. സംരക്ഷണമില്ലാതെ മേൽക്കൂരയ്ക്ക് മുകളിൽ ആൽ വളർന്ന ക്ഷേത്രമാണ് തകർന്നു വീണത്. ശക്തമായ മഴയിൽ ആൽ കടപുഴകിയതോടെ ക്ഷേത്രവും നിലംപൊത്തുകയായിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്ന ക്ഷേത്രവും ആൽമരങ്ങൾ വളർന്നു മൂടിയ അവസ്ഥയിലാണ്. സംരക്ഷണമില്ലാതെ ക്ഷേത്രങ്ങൾ കുറ്റിക്കാട്ടിനുള്ളിലായ അവസ്ഥയിലാണ്. ദേവസ്വം ബോർഡിന്റെ വെങ്ങാനൂർ സബ് ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രങ്ങളായ ഇവ ചോള കാലഘട്ടത്തിൽ പണിത 64ഓളം ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണെന്ന് കരുതുന്നു. ആലപ്പുഴയിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടത്തിൽ വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. ബസ്സിലുണ്ടായിരുന്ന 7 യാത്രക്കാർക്കും പരിക്കേറ്റു. ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ വാൻ തലകീഴായി മറിയുകയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള തട്ടിപ്പാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 22 കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ്. 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ല. ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്.